വാസ്തുപരമായി പറയുമ്പോൾ ഓരോ മരങ്ങളും അതിൻ്റേതായ സ്ഥാനത്ത് നടുമ്പോൾ ആ വീട്ടിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും ശുഭകരമായ കാര്യങ്ങളുമെല്ലാം വന്നു ചേരുവാനിടയാകും. അതുപോലെ തന്നെ ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുടെ വീടിൻ്റെ മുൻപിൽ നടുവാൻ ഏറ്റവും ഉത്തമമായ ഒരു വൃക്ഷത്തെ പറ്റിയും നാം പരാമർശിക്കുന്നുണ്ട്. ആ ഒരു ചെടി നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ വരികയാണെങ്കിൽ സർവസമ്പത്തും ഐശ്വര്യങ്ങളും എല്ലാം നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിലൂടെ നിങ്ങളുടെ വീട്ടിൽ നടുവാൻ ഏറ്റവും ഉത്തമമായ വൃക്ഷങ്ങളെ പറ്റിയും ചെടികളെ പറ്റിയും അതുപോലെ തന്നെ വാസ്തുപരമായുള്ള പ്രാധാന്യത്തെ പറ്റിയുമെല്ലാം നാം പ്രതിപാദിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതിൽ ആദ്യമായിട്ട് നമുക്ക് ദിശകളെ പറ്റി തന്നെ പരാമർശിക്കാം. കാരണം ദിശകൾക്ക് വാസ്തുശാസ്ത്രത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മൾ വീടുകളിൽ നട്ടുപിടിപ്പിക്കുന്ന ഓരോ ചെടികളുടെയും വൃക്ഷങ്ങളുടെയും സ്ഥാനം ശരിയായ രീതിയിൽ ആണെങ്കിൽ തന്നെ ആ വീട്ടിലേക്ക് എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും വരുവാനിടയാകും. അപ്രകാരം നോക്കുമ്പോൾ ഒരു വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് വളർത്തുവാൻ ഏറ്റവും ഉത്തമമായ വൃക്ഷം എന്ന് പറയുന്നത് പ്ലാവാണ്. അതുപോലെ തന്നെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് മാവ് വരുന്നതും ഏറ്റവും ഉത്തമമാണ്. ഇനി പടിഞ്ഞാറ് ഭാഗത്ത് വരേണ്ട വൃക്ഷം തെങ്ങും തെക്ക് ഭാഗത്ത് പുളിമരവും ഏറ്റവും ഉത്തമമാണ്. അതായത് ഈ മരങ്ങൾ ഇപ്രകാരം യഥാസ്ഥാനത്ത് നിൽക്കുമ്പോൾ ആ വീട്ടിലേക്ക് സമ്പത്തും സമാധാനവും സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുവാനിടയാകും. ഇനി ഇത് മറിച്ചാണെങ്കിൽ അതിനനുസരിച്ച് ചില നെഗറ്റീവ് ഊർജം നിങ്ങളുടെ വീടുകളിലേക്ക് കൂടുതലായി വരുവാനും അതിനാൽ തന്നെ ശുഭകരമല്ലാത്ത കാര്യങ്ങളുടെ ആകർഷണം വീടുകളിലേക്ക് വരുവാനും ഇടയാക്കുന്നു. അതുപോലെ തന്നെ ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് തന്നെ പറയാം ആ വീടിൻ്റെ കന്നിമൂല. അതായത് ഒരു വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയാണ് നാം കന്നിമൂല എന്ന് പറയുന്നത്. ഈ കന്നിമൂലയിൽ ഏതൊക്കെ ചെടികൾ നടാം, ഏതൊക്കെ ചെടികൾ നട്ടാൽ ആണ് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനാൽ തന്നെ ഇനി നാം പറയുവാൻ പോകുന്നത് കന്നിമൂലയിൽ നടുവാൻ ഏറ്റവും ഉത്തമമായ ചെടികളെ പറ്റിയാണ്. കന്നിമൂലയിൽ നടുവാൻ ഏറ്റവും ഉത്തമമായ ഒരു ചെടിയാണ് തുളസി ചെടി. കന്നിമൂലയിൽ എന്ന് മാത്രമല്ല, ഒരു വീടിൻ്റെ ഏത് ഭാഗത്ത് നട്ടാലും ഒരു ദോഷവുമില്ലാത്ത ഒരു ചെടി തന്നെയാണ് തുളസി ചെടി. എന്നാൽ തുളസി ചെടി കന്നിമൂലയിൽ നടുന്നതിനെ പറ്റി ചില തെറ്റിദ്ധാരണകളൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ ഇതിൽ ഒരു ദോഷവും ഇല്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. തുളസി മാത്രമല്ല, കവുങ്ങ്, വാഴ, കറിവേപ്പ്, മുല്ല എന്നിവയൊക്കെ നടുന്നതിലും ഒരു പ്രശ്നവുമില്ല. എല്ലാം ഉത്തമം തന്നെയാണ്. അതുപോലെ കന്നിമൂലയിൽ നടുവാൻ ഏറ്റവും ശുഭകരമായ ഒരു സസ്യമാണ് കറുക എന്ന് പറയുന്നത്. നന്നായി പടർന്നു വളരുന്ന രീതിയിൽ കറുക കന്നിമൂലയിൽ വളർത്തുന്നത് ഏറ്റവും ശുഭകരമായ ഫലങ്ങളായിരിക്കും നൽകുന്നത്. ഇതിൽ കറിവേപ്പ് മരവും കന്നിമൂലയിൽ വരുന്നത് അത്യുത്തമമാണ്. അത്യുത്തമം എന്ന് പറയുമ്പോൾ ആ വീട്ടിലേക്ക് എന്തൊക്കെ ദോഷകരമായ കാര്യങ്ങളാണോ വരുവാനിരുന്നത് അതിനെയെല്ലാം തടസ്സപ്പെടുത്തുവാൻ കറിവേപ്പ് മരം കന്നിമൂലയിൽ വളർത്തുന്നതിനാൽ ഇടയാകും. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ദിശയിലും കറിവേപ്പ് മരം വളർത്തുന്നത് ശുഭകരമാണ്. അതുപോലെ നിങ്ങളുടെ വീട്ടിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയുമൊക്കെ വന്നു നിറയുവാനായി നിങ്ങൾക്ക് നടാവുന്ന ഏറ്റവും നല്ല ഒരു വൃക്ഷമാണ് കണിക്കൊന്ന. ഇപ്രകാരം നിങ്ങൾ കണിക്കൊന്ന നട്ടുപിടിപ്പിക്കുമ്പോൾ അതിൻ്റെ ദിശ എന്ന് പറയുന്നതിന് പ്രാധാന്യം നൽകുക. കണിക്കൊന്ന നടുവാൻ ഏറ്റവും ശുഭകരമായ ദിശ വടക്ക് കിഴക്ക് ദിശയാണ്. ഇപ്രകാരം നിങ്ങൾ വടക്ക് കിഴക്ക് ദിശയിൽ
കണിക്കൊന്ന നട്ടുപിടിപ്പിക്കുകയും നല്ല രീതിയിൽ പരിപാലിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വീട്ടിലെ ഐശ്വര്യങ്ങളും വർദ്ധിക്കും. ഒരു തരത്തിൽ പറഞ്ഞാൽ കണിക്കൊന്ന പരിപാലിക്കുന്നതിനാൽ ധനയോഗം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ വീടുകളിലേക്ക് വരുവാനിടയാകും. അതുപോലെ തന്നെ നാം വീടുകളിൽ നടുവാൻ ആഗ്രഹിക്കുന്ന ആഡംബര വൃക്ഷങ്ങളൊക്കെ നടുവാൻ ഏറ്റവും ഉത്തമമായ ദിശയും വടക്ക് കിഴക്ക് ദിശയാണ്. വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇഞ്ചി, മഞ്ഞൾ, കുരുമുളക് എന്നിങ്ങനെയുള്ള ചെടികൾ നട്ടു വളർത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇപ്രകാരം നിങ്ങൾ വീടിൻ്റെ പടിഞ്ഞാറ് ദിശയിൽ ഈ ചെടികളൊക്കെ നട്ടു വളർത്തുമ്പോൾ അതിൻ്റേതായ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരികയാണ്. അതായത് നിങ്ങളുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്കാണ് ഏറ്റവും ആദ്യം അറുതി വരുവാൻ പോകുന്നത്. മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബകലഹങ്ങളൊന്നുമില്ലാതെ സമാധാനം നിറഞ്ഞ ഒരു അന്തരീക്ഷം വന്നു ചേരുവാനും ഇടയാകും. അതുപോലെ തന്നെ ഈ പറഞ്ഞതിൽ മഞ്ഞൾ കന്നിമൂലയിൽ നട്ടു വളർത്തുന്നത് ഉത്തമമാണെന്ന് ചില ഗ്രന്ഥങ്ങളിലൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല കന്നിമൂലയിൽ മഞ്ഞൾ നട്ടു വളർത്തുന്നതിൽ. അടുത്തതായി നിങ്ങളുടെ വീടുകളിൽ വൃക്ഷങ്ങൾ നടുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നാൽപ്പാമരങ്ങളുടെ ദിശ എന്ന് പറയുന്നത്. അതായത് ഈ നാൽപ്പാമരങ്ങൾ വിപരീത ദിശയിൽ വരുന്നത് അതീവ ദോഷകരമായ ഫലങ്ങളായിരിക്കും ആ വീടുകളിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഒരു കാര്യം വളരെ കാലങ്ങൾക്ക് മുൻപേ തന്നെ ആചാര്യശ്രേഷ്ഠന്മാർ ഗ്രന്ഥങ്ങളിൽ മുന്നറിയിപ്പായി തന്നെ എഴുതി വച്ചിട്ടുള്ള കാര്യമാണ്. ഇനി നാൽപ്പാമരങ്ങൾ ഏതൊക്കെയാണെന്ന് അറിവില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്. നാൽപ്പാമരങ്ങൾ എന്ന് പറഞ്ഞാൽ അത്തി, ഇത്തി, അരയാൽ, പേരാൽ എന്നിവയാണ്. ഇവ വിപരീത ദിശയിൽ വരുന്നത് അതീവ ദോഷകരമാണ്. ഇനി ഇവ വീടുകളിൽ നടേണ്ട ശരിയായ ദിശ ഏതാണെന്ന് കൂടി പറയാം. അത്തി വടക്ക് ദിശയിലും, ഇത്തി തെക്ക് ദിശയിലും, അരയാൽ കിഴക്ക് ദിശയിലും, പേരാൽ പടിഞ്ഞാറ് ദിശയിലുമാണ് വരേണ്ടത്. ഇപ്രകാരം തന്നെ വേണം നിങ്ങളുടെ വീടുകളിൽ ഈ വൃക്ഷങ്ങൾ നടുവാൻ. അതുപോലെ തന്നെ പലരും സംശയമായി ചോദിക്കുന്ന ഒരു കാര്യമാണ് വീടിൻ്റെ തൊട്ടു മുന്നിൽ, അതായത് പ്രധാന വാതിലിൻ്റെ മുൻവശത്തായി വരുവാൻ ഏറ്റവും ഉത്തമമായുള്ള വൃക്ഷം ഏതാണെന്നുള്ളത്. അപ്രകാരം നിങ്ങൾക്ക് വീടിൻ്റെ മുൻഭാഗത്തായി നട്ടു വളർത്തുവാൻ ഏറ്റവും ഉത്തമമായ ഒരു വൃക്ഷമാണ് നെല്ലിമരം. നെല്ലിമരത്തെ പറ്റി പറയുമ്പോൾ ഒരു ഔഷധ വൃക്ഷം കൂടിയാണ് നെല്ലി. ശരീരത്തിന് വേണ്ട ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഇതിലുണ്ട്. സൗന്ദര്യ സംരക്ഷണത്തിനും കേശ സംരക്ഷണത്തിനുമെല്ലാം വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു വൃക്ഷം കൂടിയാണ് നെല്ലിമരം. മാത്രമല്ല മഹാലക്ഷ്മിയുടെ കടാക്ഷം ലഭിച്ചിട്ടുള്ള ഒരു വൃക്ഷം കൂടിയാണ് നെല്ലിമരം. അതിനാൽ നെല്ലിമരം നല്ല രീതിയിൽ നട്ടുപരിപാലിക്കുന്നത് നിങ്ങളുടെ വീടുകളിലേക്ക് ലക്ഷ്മി കടാക്ഷം വന്നു ചേരുവാൻ ഇടയാക്കുന്നു. അതിനാൽ തന്നെ നിങ്ങളുടെ വീടുകളിൽ സമ്പത്ത് നിങ്ങൾ പോലും അറിയാതെ വന്നു ചേരും. പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ലക്ഷ്മി ദേവിക്ക് നെല്ലിക്ക് സമർപ്പിച്ച് പൂജിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് വീട്ടുവളപ്പിൽ നടാൻ പറ്റിയ ഏറ്റവും ഉത്തമമായ വൃക്ഷങ്ങളെ പറ്റിയാണ്. ഈ വൃക്ഷങ്ങൾ യഥാസ്ഥാനത്താണ് നിങ്ങൾ നട്ടുവളർത്തുന്നതെങ്കിൽ ദിനം പ്രതി നിങ്ങളുടെ വീടുകളിലെ എല്ലാ ഐശ്വര്യങ്ങളും അധികരിക്കുകയേ ഉള്ളൂ. ഇപ്രകാരം നിങ്ങൾ വീടുകളിൽ നട്ടുവളർത്തേണ്ട വൃക്ഷങ്ങളാണ് വേപ്പ്, അശോകം, നെല്ലി, കൂവളം, ഇലഞ്ഞി, നെന്മേനിവാക, ദേവദാരു എന്നിവയൊക്കെ. ഈ വൃക്ഷങ്ങളെല്ലാം വീടുകളിൽ നല്ല രീതിയിൽ നിങ്ങൾ വളർത്തുന്നതിനനുസരിച്ച് ആ വീട്ടിൽ വെച്ചടി കയറ്റമായിരിക്കും ഉണ്ടാകുവാൻ പോകുന്നത്. എല്ലാ രീതിയിലും ഒരു അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും എല്ലാം തന്നെ നല്ല രീതിയിൽ വന്നു ചേരും. അപ്പോൾ നാം ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ നല്ല ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ
നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുകയും ചെയ്യും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം നിങ്ങളൊന്ന് എഴുതി അറിയിക്കുക. നാം നമ്മളുടെ പൂജകളിലും പ്രത്യേക പ്രാർത്ഥനകളിലുമൊക്കെ നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.